ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ അനിക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടിയിരിക്കുകയാണ്. അപ്പോൾ കേക്ക് അൺബോക്സിങ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അൺബോക്സിങ് ചെയ്യുന്നത് അച്ചുക്ക. അപ്പോൾ കേക്കൊക്കെ പുറത്തേക്ക് എടുത്തു. ഐഷ അസറ എന്നാണ് അവളുടെ പേര്. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ കുറച്ച് ഗിഫ്റ്റുകളൊക്കെ ഉണ്ട്. നമ്മളെല്ലാവരും നമ്മുടെ അവിടുത്തെ കുട്ടികളൊക്കെ കൊടുക്കണ ഗിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ കേക്ക് മുറിക്കാൻ പോണതിൻ്റെ കുറച്ച് ഡയലോഗുകളൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ ഇതാ കേക്ക് കട്ട് ചെയ്യണ്. അസമോളും അനുമോളും അക്ഫലും കൂടിയിട്ടാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. Happy birthday to you. Happy birthday to you. Happy birthday Anmol. Happy birthday to you. ഞങ്ങൾ അനുമോളുടെ ബർത്ത്ഡേ കട്ട് ചെയ്തു. കേക്കൊക്കെ കട്ട് ചെയ്ത് ഇതപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വായിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. കാരണം കുറേ നാളായി ഞങ്ങൾ ഇങ്ങനൊരു ബർത്ത്ഡേ ആഘോഷിച്ചിട്ട്. ജസ്റ്റ് ഒരു കേക്ക് മേടിക്കും, കട്ട് ചെയ്യും, അത് അങ്ങനെ ഉണ്ട് നിർത്താറ്. അപ്പോൾ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഒരുപാട് നാളുകളായി. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളെ യൂട്യൂബിൽ തന്നെ ഒരു വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും അവളുടെ മുഖത്ത് ക്രീമൊക്കെ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. അവൾ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്, നമ്മളതൊക്കെ മ്യൂട്ട് ചെയ്തൊക്കെയാണ്. പക്ഷേ കേക്ക് കട്ട് ചെയ്യണമെങ്കിലും ഇൻട്രസ്റ്റ് ഇരിക്കുന്നത് ഗിഫ്റ്റ് പൊട്ടിക്കാനുള്ളൊരു അത് പൊട്ടിക്കട്ടെ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണം. കട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയാവില്ല, എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ ഗിഫ്റ്റ് പൊട്ടിക്കുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ജോജുമാക്കും വല്യപ്പാക്കും എനിക്കും ഒക്കെ തരുന്നൊരു ഭാഗമാണ് ഇപ്പോൾ. ഇതാണ് അനിക്കുട്ടിയുടെ ജോജുമ്മ, ഇത് അനിക്കുട്ടിയുടെ വല്യപ്പ. ആൾക്ക് മുഖത്ത് ക്രീമായ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് കഴുകാൻ മുടിന്മക്കാവുന്നൊക്കെ ഉള്ളൊരു ടെൻഷനൊക്കെ ആയിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ കേക്ക് മുറിക്കലും കൊടുക്കലൊക്കെ ഇതാ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഹലോ, അപ്പം ഇനി ഞാൻ എല്ലാ കുട്ടികൾക്കും കേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ചിലർക്ക് ക്രീം കൂടുതലുള്ള ഭാഗം ഇഷ്ടമാണ്, ചിലർക്ക് ക്രീം കുറവുള്ള ഭാഗം മതി. അപ്പോൾ അങ്ങനത്തെ ഒക്കെ എല്ലാവരെയും പരിഹരിച്ചുകൊണ്ട് എല്ലാവർക്കും കേക്കൊക്കെ കട്ട് ചെയ്ത് ഞാനും കഴിച്ചു. അങ്ങനെ ഞങ്ങളുടെ കേക്ക് കട്ട് ചെയ്യുന്ന പരിപാടികളൊക്കെ കണ്ട് കഴിഞ്ഞു. ഇനി ഗിഫ്റ്റ് എന്താണ്, ഗിഫ്റ്റ് പൊളിച്ചിട്ടൊന്ന് അതിൻ്റെ ഉള്ളിൽ കാണിച്ചു കൊടുത്താലോ. ഇനി നമുക്ക് അൺബോക്സിങ് വീഡിയോ. അപ്പോൾ ഗിഫ്റ്റുകളൊക്കെ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ അസമോളാണ് കേട്ടോ ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ അക്കും അൻഫാസ് മോനും. ഇത് അച്ചുക്കാടെ വകയുള്ള ഗിഫ്റ്റ് ആക്കിഫയും അപ്പാച്ചും കൂടിയിട്ട്. ഇവിടെ ഒരു ടെസ്റ്റ് നടന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ആൾക്ക് ഗിഫ്റ്റ് ഇല്ല, കൊടുക്കാനില്ല, ഉള്ളത് എല്ലാവരും കൂടി കൊടുത്തു. അപ്പോൾ അതിന് ഭയങ്കര വിഷമം. അപ്പോൾ എൻ്റെ ഉമ്മ എന്ത് പണി ചെയ്തായിരുന്നു, ഒരു ഗിഫ്റ്റ് എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്ത്. അപ്പോൾ അവൻ ചെയ്തത് എന്താ വെച്ചാൽ അതിന് മുന്നേ ഞാൻ ഉമ്മ കൊടുപ്പിച്ചു. പക്ഷേ ആ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ എല്ലാവരും ഉമ്മ കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഒരു ഉമ്മയും കൂടെ കൊടുത്തിട്ടാണ് ഗിഫ്റ്റ് അവന് കൊടുത്തത്. അപ്പോൾ ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച ഗിഫ്റ്റാണ് കേട്ടോ. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. അവൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെ, അതുകൊണ്ടാണ് ഞാനത് രാത്രിയൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ ഇങ്ങനത്തെ ഒക്കെ വെച്ചിട്ടാണ് അവൾ കിടന്നുറങ്ങാറ്. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ കുറച്ച് സന്തോഷം കൂടി. ഒരു ഉമ്മൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഫ്ലിപ്കാർട്ട്, ഞാൻ ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യുന്നത് മീഷോ ആണ്.
ഇത് നമ്മൾ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്, ഓൺലൈനായിട്ട് വാങ്ങിച്ചിട്ടുള്ളത് തന്നെയാണ്. മീഷോന്ന് എനിക്ക് റേറ്റ് ഓർമ്മയില്ല സത്യത്തിൽ അതിൻ്റെ റേറ്റ്. മറ്റേതിൻ്റെ റേറ്റ് 299 രൂപ അങ്ങനെ എന്തുകൊണ്ടാണ്, ഇതിൻ്റെത് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ആൾ കുറേ ദിവസമായി എന്നോട് പറയണത് അങ്ങനെ പാമ്പും കോണിയും അതിൻ്റെ ബോർഡ് ഇവിടെ ഉണ്ട്, അതിൻ്റെ കട്ടൊന്ന് വാങ്ങിച്ചു തരുമോ, അതിൻ്റെ കോയിൻസൊന്നും എൻ്റെ കയ്യിലില്ല എന്നുള്ളത്. അപ്പോൾ പിന്നെ ഓർഡർ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ കംപ്ലീറ്റ് ചെയ്തു, ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇത് ഒരു ഹെയർ ബാൻഡ് അങ്ങനത്തെ അവൾക്ക് ഡ്രസ്സിലേക്ക് നല്ല അങ്ങനത്തെ നോക്കി മേടിച്ചതാണ് ഞാൻ. കൈമൈലാഞ്ചി, കീ ചെയിൻ, അതെന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ആയിട്ടൊരു പിക്ക് കണ്ടിട്ട് വാങ്ങിച്ചതാണ്. അവൾക്ക് അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് ഓപ്പൺ ചെയ്യാനും അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും വെക്കാനൊക്കെ പറ്റും. അടുത്തതാണ് അച്ചുക്കാട വകയുള്ളൊരു ഗിഫ്റ്റ്. അത് ഞാനിവിടെ ചാവക്കാട് ജലീൽ സ്റ്റോഴ്സിൽ നിന്ന് വാങ്ങിച്ചതാണ്. ബാഗാണ്. ബാഗിനോടും ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും എൻ്റെ ബാഗൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടക്കും ഞാൻ പുറത്തൊക്കെ പോകുമ്പോഴും. അപ്പോൾ അവൾക്കൊരു കുഞ്ഞ് ബാഗ്, അത് മേടിക്കാൻ വേണ്ടി പോയതല്ല, ഞാൻ വേറൊരു സാധനം മേടിക്കാൻ വേണ്ടി പോയപ്പോൾ ഈ ഒരു ബാഗ് കുറച്ച് ദിവസം മുന്നേ കണ്ട്. അപ്പോഴേ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ച് അവിടെ നിന്ന് തന്നെ ഗിഫ്റ്റ് പേപ്പറിലൊക്കെ പൊതിഞ്ഞ് വീട്ടിൽ കൊടുന്ന് വെച്ചാൽ ആൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ദിവസമാണ് കാണുന്നുള്ളൂ. എന്നോട് ചോദിക്കും എന്തെനിക്ക് ഗിഫ്റ്റ് ഉള്ളത്. അപ്പം ഞാൻ പറഞ്ഞു ഒരു ഗിഫ്റ്റൊന്നുമില്ല, ഒരു കേക്ക് മേടിക്കും, അത് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല പ്രാവശ്യം എന്ന് പറഞ്ഞു. പക്ഷെ ഇത്രയും സർപ്രൈസ് കുറേ നാളായി ആൾക്ക് ഇങ്ങനെ ഒരു സർപ്രൈസൊക്കെ കൊടുത്തിട്ട്. സർപ്രൈസിൻ്റെ ആൾ അസക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗിഫ്റ്റിനോട്. അപ്പോൾ നമ്മൾ കേക്ക് കട്ടയിലും കഴിഞ്ഞ് ഗിഫ്റ്റും കഴിഞ്ഞ് ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. അപ്പോൾ ഫുഡ് നമ്മൾ ഉണ്ടാക്കിയതല്ല, ഓർഡറാണ് കേട്ടോ. ഇടയ്ക്ക് ഒരു മോഡേൺ ഹോട്ടലിൽ നിന്നാണ്.